സോ ഹായ് ഗൈസ്, ഇപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ട്. സോ ഇന്നത്തെ പ്രൊജക്റ്റിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫീഡാണ്. അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ നമ്മുടെ ഫിഷിന് ഫുഡ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലത്തെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്. കൂടാതെ ഈ പ്രൊജക്റ്റ് ഞാൻ കംപ്ലീറ്റ്ലി സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതായത് എനിക്കൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. സോ നമ്മുടെ ഈ ജേർണി എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യാം. മൈക്രോ കൺട്രോളറായിട്ട് നമുക്ക് അഡ്രിനോ യൂനോ അല്ലെങ്കിൽ അഡ്രിനോ നാനോ, അതും അല്ലെങ്കിൽ വേറെ മൈക്രോ കൺട്രോളർ ലൈക്ക് റാസ്പെറി പൈ പിക്കോ യൂസ് ചെയ്യാം. പക്ഷേ ഇന്നത്തെ പ്രൊജക്റ്റിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ESP8266 നോഡ് MCU ആണ്. പ്രോട്ടോടൈപ്പിന് ഉപയോഗിക്കാൻ പോകുന്നത് ESP8266 നോഡ് MCUം പിന്നെ ഇതിനകത്ത് ബിൽറ്റ് ഇൻ വൈഫൈ ഫീച്ചർ ഉണ്ടെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യാനുള്ള. പിന്നെ ഫൈനൽ പ്രൊജക്റ്റിന് ഞാൻ ഉപയോഗിക്കുന്നത് ESP8266 മോഡ്യൂളാണ്, അതിൻ്റെ മുകളിലുള്ള ചിപ്പ്, കാരണം അത് വളരെയധികം കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് DS1307 RTC മോഡ്യൂളാണ്. ഈ മോഡ്യൂളേക്കാളും ESP8266 ടൈം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ മോഡ്യൂൾ എങ്ങനെ ESP8266 കണക്ട് ചെയ്യണം നോക്കാം. ഫുഡ് വീണ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ചെറിയ സ്റ്റെപ്പർ മോട്ടറാണ്. ഇത് വെച്ച് നമുക്ക് ഫുഡ് വളരെയധികം പ്രിസൈസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വീഴ്ത്താൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫുഡ് ഡിസ്പെൻസറിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാം. മോഡൽ ഉണ്ടാക്കണത് ഞാൻ ഫ്യൂഷൻ 360 ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യണതുകൊണ്ട് ഞാൻ അത്ര പ്രൊഫഷണൽ അല്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് ഫുഡ് ഡിസ്പെൻസർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആർക്കിമിഡിസ് സ്ക്രൂ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കണ പോലെയാണ് ഞാൻ സ്ക്രൂ ഡിസൈൻ ചെയ്തെടുത്തത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ സ്ക്രൂ കയറാൻ പറ്റിയൊരു ട്യൂബ് ഉണ്ടാക്കണം. ട്യൂബ് ഏകദേശം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണ രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഫുഡ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഫൈനലി ഞാൻ ഇതിൻ്റെ മോട്ടർ മൗണ്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ 3 മോഡൽ നമുക്ക് ക്യൂറയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് STL ഫയല് G കോഡ് ആക്കിയിട്ട് പ്രിൻ്ററിലേക്ക് കൊടുക്കാം, എന്നിട്ട് പ്രിൻ്റ് ചെയ്യാം. അങ്ങനെ മോഡലെല്ലാം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ട്യൂബിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ഫുഡിൻ്റെ ഇൻലെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെയും ഫുഡ് അകത്തേക്ക് കയറുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ആർക്കിമിഡിസ് സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യാനനുസരിച്ച് ഇതിലൂടെ ഫുഡ് പുറത്തേക്ക് ഡിസ്പെൻസ് ആവും. അപ്പോൾ എത്ര കുറച്ച് RPM വെക്കും അതിനനുസരിച്ച് അത്ര ചെറിയ എമൗണ്ട് മാത്രമേ ഇതിലൂടെ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം അസംബിൾ ചെയ്യണ മുമ്പ് ഇതിൽ ഇൻലെറ്റിൽ കുറച്ച് ഫുഡ് ഇട്ടിട്ട് ഡിസ്പെൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഡിസ്പെൻസ് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ വർഷന് ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഫുഡിൻ്റെ പാർട്ടിക്കിൾ ഭയങ്കര മൈന്യൂട്ട് ആയതുകൊണ്ട് ആ സ്ക്രൂവിൻ്റെ ഇടയിൽ കയറി ജാം ആവുമ്പോൾ ഫുഡ് പുറത്തേക്ക് വരൂല, കൂടാതെ അതിൻ്റെ ഇടയിൽ നിന്ന് ക്രഷ് ആയിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വർഷൻ ഉണ്ടാക്കി നോക്കാം. രണ്ടാമത്തെ മോഡൽ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്ത് കുറേ ഓൾറെഡി ആൾക്കാരുണ്ടാക്കിയ മോഡലെല്ലാം സെർച്ച് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ പേരെന്തായിരുന്നു തിങ്കിവേഴ്സിലൊരു ഫിഷ് ഫീഡറിൻ്റെ ഡിസൈൻ കണ്ടത്. അപ്പോൾ ഈ ഡിസൈൻ ഇൻസ്പയർ ആക്കി ഞാൻ വേറൊരു ഡിസൈന് ഫ്യൂഷൻ 360 ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ആ ഡിസൈൻ വളരെയധികം ചെറുതാണ്.
പിന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള കേസിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പുതിയ ഡിസൈൻ വേറെ ഫ്യൂഷൻ 360 ഉണ്ടാക്കാൻ തീരുമാനിച്ച്. അപ്പോൾ അങ്ങനെ ഇത് നേരെ ഫ്യൂഷൻ 360 ചെന്ന് പുതിയൊരു ഫയൽ ഉണ്ടാക്കി അതിനകത്ത് ഡിസൈൻ ചെയ്തെടുത്ത്. അപ്പോൾ ഈ ഡിസൈനിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സ്റ്റെപ്പർ മോട്ടർ അല്ല, കാരണം സ്റ്റെപ്പർ മോട്ടർ വളരെയധികം ബൾക്കിയാണ്, അതുകൊണ്ട് പ്രൊജക്റ്റ് കോമ്പാക്റ്റ് ആവില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന SG90 സെർവോ മോട്ടറാണ്. ഈ മോട്ടറിന് അത്യാവശ്യം നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി ടോർക്ക് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഈ മോട്ടറിനെ സെലക്ട് ചെയ്ത്. അപ്പം നമുക്ക് ഈ എല്ലാ മോഡലും കൂടി കമ്പൈൽ ചെയ്ത് അൾട്ടിമേക്കർ ക്യൂറയിലേക്ക് സെൻഡ് ചെയ്തിട്ട് നമുക്കിത് 3D പ്രിൻ്റർ വഴി പ്രിൻ്റ് ചെയ്തെടുക്കാം. സോ നമ്മുടെ മോഡലെല്ലാം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഞാൻ ഫിഷ് ഫീഡറിൻ്റെ ബേസ് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്തേക്കുള്ള എല്ലാം മെക്കാനിസം ഫിറ്റ് ചെയ്യണത്. പിന്നെ ഇതാണ് ഇതിൻ്റെ പിസ്റ്റൺ പോലത്തെ മെക്കാനിസം. അപ്പോൾ ഇതുവഴിയേക്കുള്ള ഫുഡ് കറക്റ്റ് എമൗണ്ടിൽ ഫീഡ് ചെയ്യണത്. ഇവിടെ പിസ്റ്റൺ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സ്റ്റോപ്പർ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് പുഷ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ഊരിപ്പോകാണ്ടിരിക്കാൻ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫുഡ് ഇൻലെറ്റ്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് സ്ക്രൂ ചെയ്തിട്ടായിക്കോളും ഈ ഫുഡിൻ്റെ മെക്കാനിസം പിസ്റ്റൺ കയറ്റണത്. പിന്നെ ഫൈനലായിട്ട് ഇതിൻ്റെ പിസ്റ്റൺ ഫ്രണ്ടിലേക്ക് ടു ആൻഡ് ഫ്രോ ആക്കാൻ വേണ്ടി ഞാൻ സെർവോ മോട്ടറിൽ ഇതുപോലത്തെ ഗിയർ 3D പ്രിൻ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഗിയർ. സോ ഇത് ഫൈനലായിട്ട് എല്ലാം അസംബിൾ ചെയ്യണ മുമ്പ് നമുക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്. കാരണം ഈ സെർവോ മോട്ടറിൻ്റെ ഈ പൊസിഷൻ ഫുള്ള് 180 ഡിഗ്രി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പിസ്റ്റൺ കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഇതിൻ്റെ ഓഫ് സെറ്റ് ചിലപ്പോൾ ഇങ്ങനെ ആവാം, അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഫുഡ് വീഴണമെന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ വെർഷൻ്റെ ഡിസൈൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനു വേണ്ടിയുള്ളൊരു കോഡ് ഉണ്ടാക്കാം. കോഡ് ഞാൻ ടൈപ്പ് ചെയ്യണത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പ്ലാറ്റ്ഫോം IO എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനിലാണ്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ വഴി മാത്രമേ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് ESP8266 അല്ലെങ്കിൽ വേറെ മൈക്രോ കൺട്രോളറിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റണത്. ഈ കോഡ് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ GitHubൻ്റെ പേജ് കിട്ടും, അതിൽ ഇതിൻ്റെ കോഡ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ 3D മോഡൽസ് എല്ലാനും നിങ്ങൾക്ക് തിങ്കിവേഴ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിന് തന്നെ കോഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ESP8266 അപ്ലോഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ കോഡ് റൈറ്റ് ചെയ്യണ മുമ്പ് ഞാൻ ഇതിൻ്റെ സർക്യൂട്ട് ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത്. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഇതാണ് ഇതിൻ്റെ RTC മോഡ്യൂൾ. പിന്നെ ഇതാണ് ESP8266. കൂടാതെ ഇവിടെ ടച്ച് സെൻസറിന് വേണ്ടി കുറച്ച് സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ ഞാനിപ്പോൾ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ESP8266 RTC ടൈമറായിട്ട് കണക്ട് ചെയ്യാം. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഇതിലേക്ക് ടച്ച് സെൻസർ കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ടച്ച് സെൻസറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെർവോ മോട്ടോർ റൺ ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ESPൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ കൺസപ്ഷൻ. ഇത് ഏകദേശം 150 mAh പവർ കൺസ്യൂം ചെയ്യും. കൂടാതെ ഫിഷ് ഫീഡർ 24/7 റൺ ചെയ്യണം, കാരണം ഇത് പവർ നല്ലോണം കൺസ്യൂം ചെയ്യും. അപ്പോൾ ഒരു മന്ത്ലി റഫ്ലി ഏകദേശം സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്ന അത്ര എമൗണ്ട് ആയിക്കോളും വന്നത് വാട്ട്സിൽ. അപ്പോൾ നമുക്ക് ഇത്രമാത്രം പവർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ESPയിൽ വേറൊരു ഫീച്ചർ ഉണ്ട്. അതായത് ESP8266 ഡീപ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. ഇത് ESPൻ്റെ ബാക്കിയെല്ലാം ബോർഡിലുണ്ട്. ഇപ്പം നമ്മുടെ ESPൻ്റെ അകത്ത് മെയിൻലി കുറേ ടൈപ്പ് പാർട്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെമ്മറി, കോറ്, RTC, പിന്നെ വൈഫൈ സെക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഡീപ് സ്ലീപ്പ് കോഡിൽ എനേബിൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോറ്, മെമ്മറി, വൈഫൈ ഇതെല്ലാം ടേൺ ഓഫ് ആവും. ആകെ ഇതിനകത്ത് ഓടുന്ന ഇന്റേണൽ RTC ആയിക്കോളും. ഈ ഇന്റേണൽ RTC വഴി ആയിക്കോളും ഈ ESP8266 ഒരു ഡിഫൈൻഡ് എമൗണ്ട് കഴിയുമ്പോൾ വേക്കപ്പ് ചെയ്യണത്. ഇപ്പം നമുക്ക് കോഡിൽ ഡീപ് സ്ലീപ്പിൻ്റെ ബ്രാക്കറ്റിൽ ഒരു ഇത്ര എമൗണ്ട് ടൈം കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട് ടൈം കഴിയുമ്പോഴേക്കും ESP8266 വേക്ക് ചെയ്യണത് ഈ ഇന്റേണൽ RTC ആണ്. നമുക്ക് ഒരു ഡീപ് സ്ലീപ്പ് ആയിട്ടുള്ള മോഡ്യൂളിൽ 2 രീതിയിൽ വേക്കപ്പ് ചെയ്യാൻ പറ്റും. ഒന്നാമത്
ഇന്റേണലി കോൾഡ് കൊടുത്ത എമൗണ്ട്, രണ്ടാമത് എക്സ്റ്റേണൽ വേക്കപ്പ്. എക്സ്റ്റേണൽ വേക്കപ്പിന് വേണ്ടി നമുക്ക് റീസെറ്റ് പിന്നെ ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യണം. ഡീപ് സ്ലീപ്പ് എനേബിൾ ചെയ്യുമ്പോൾ ESP8266 വളരെയധികം പവർ കൺസ്യൂമർ കുറവായിക്കോളും എടുക്കുന്നത്. നേരത്തെ 180 mAh എടുത്താലും ഡീപ് സ്ലീപ്പ് എനേബിൾ ചെയ്താൽ ഏകദേശം 20 to 8 മൈക്രോ ആംപിയർ ആയിക്കോളും എടുക്കുന്നത്. പിന്നെ ഡീപ് സ്ലീപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡീപ് സ്ലീപ്പ് എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കമാൻഡ്സ് ഒന്നും റീഡ് ചെയ്യില്ല. അതായത് ഇപ്പം നമ്മൾ ടച്ച് സെൻസറിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യില്ല, കാരണം ഇതിൻ്റെ കോറ് സ്ലീപ്പ് ചെയ്യണതാണ്. അപ്പോൾ കോറിൻ്റെ ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ടച്ച് സെൻസർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യം തന്നെ ESPനെ വേക്കപ്പ് ചെയ്യണം. അപ്പോൾ വേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി ഒരു ഇൻവേർട്ട് സർക്യൂട്ട് ഉണ്ടാക്കണം. ഈ ടച്ച് സെൻസറിൽ ബിൽട്ടിനായിട്ട് ഒരു ഇൻവേർട്ട് സർക്യൂട്ട് ഉണ്ട്. അതിനുവേണ്ടി ഇതിൻ്റെ ബാക്കിലത്തെ സോൾഡറിങ് പാഡ് സോൾവ് ചെയ്യണം. പക്ഷെ ഞാൻ ഇതിനു വേണ്ടി എക്സ്റ്റേണൽ ഇൻവേർട്ടിംഗ് സർക്യൂട്ട് ഉണ്ടാക്കാൻ ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ടച്ച് സെൻസറിൻ്റെ സിഗ്നൽ ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിലൊരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്റർ വഴി പോകുമ്പോൾ ഇതിൻ്റെ സിഗ്നൽ ഇൻവേർട്ട് ചെയ്യും. അതായത് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നോർമലി ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിക്കോളും, അതായത് 5 വോൾട്ട് അല്ലെങ്കിൽ 3 വോൾട്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഇത് ഓപ്പോസിറ്റ് ആക്കാൻ പറ്റും. അതായത് ഇനീഷ്യലി ഏകദേശം 3 അല്ലെങ്കിൽ 5 വോൾട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺട്രോളർ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ റീസെറ്റ് പിന്നെ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ESP8266 ഡീപ് സ്ലീപ്പിൽ നിന്ന് എണീക്കും. പിന്നെ നമുക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രൊജക്റ്റ് ഒരു ടെമ്പററി പർപ്പസിന് ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞാൻ ഇതുമാ വെറുതെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സെർവോ മോട്ടർ, അതായത് ഡിസ്പെൻസർ. പിന്നെ ഈ കാണുകയാണ് ഇതിൻ്റെ കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും എന്ന ഭാഗം. കൂടാതെ ഇവിടെ നമുക്ക് റെഡ് കളർ ഇതിൻ്റെ ടച്ച് സെൻസറും കാണാൻ പറ്റും. പിന്നെ ഇതാണ് നോഡ് MCU. സോ നമ്മൾ ടച്ച് സെൻസറിന് തൊടുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇതിൻ്റെ പവർ ചെന്ന് നേരെ ട്രാൻസിസ്റ്ററിൽ കയറി അത് ഇൻവേർട്ട് ചെയ്യും. അതായത് നോർമലി അത് 3 വോൾട്ടോ ട്രാൻസിസ്റ്ററിന് ഔട്ട്പുട്ട് വരണ്ടാവും. അത് നേരെ പോയി റീസെറ്റ് പിന്നിലേക്ക് പോകും. റീസെറ്റ് പിന്നിൽ ഗ്രൗണ്ട് ആയാലും മാത്രമേ നോഡ് MCU റീസെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ടച്ച് സെൻസറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസിസ്റ്ററിൽ പവർ എത്തിയാൽ ഇതിൻ്റെ നോഡ് MCU റീസെറ്റ് ആവും. റീസെറ്റ് ആവുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് കപ്പാസിറ്ററിൽ അതിൻ്റെ പവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റോറിങ് വാല്യൂ ഇത് റീഡ് ചെയ്യും. സോ ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി കാണാൻ പറ്റും. ഇതിങ്ങനെ സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ ഫ്രണ്ടിൽ വെറുതെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ഫുഡ് ഇട്ടിട്ട് ഡിസ്പെൻസ് ചെയ്യേണ്ടതിൽ നോക്കാം. സോ ഞാൻ ഫിഷ് ഫീഡിൻ്റെ സെറ്റപ്പ് എല്ലാനും സ്റ്റെപ്പർ മോട്ടറും പൊക്കത്തെ ചിത്രി പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് ഫീഡർ കിട്ടാത്ത കാരണം ഞാൻ തൽക്കാലം കടുകാണ് ഉപയോഗിച്ചേക്കണം. സോ ഇപ്പം ഞാൻ ഇവിടുത്തെ ടച്ച് സെൻസറിന് ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ കടുക് ഡിസ്പെൻസ് കാണാൻ പറ്റും. ഐ മീൻ ഫിഷ് ഫീഡർ. സോ ഇതാണ് എൻ്റെ ബേസിക് വർക്കിംഗ്. ഇനി നമുക്കെല്ലാം കൂടി കേസിൽ അസംബിൾ ചെയ്തെടുക്കാം. സോ ഇപ്പോൾ ESP8266 ഞാൻ പവർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടച്ച് സെൻസർ ഇതിൻ്റെ കേസിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തേക്കണം. കാരണം ടച്ച് സെൻസറിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് സെൻസർ ഫ്രണ്ടിൽ എന്ത് ഒബ്സ്റ്റാക്കിൾ വെച്ചാലും അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ടച്ച് ചെയ്യാണ്ട് ഡിറ്റക്ട് ചെയ്യും. അപ്പം നമുക്കൊരു നല്ല ഹിഡൻ ആയിട്ടുള്ള സ്വിച്ച് പോലെ കിട്ടും. സോ അതുകൊണ്ട് ഫൈനൽ പ്രൊഡക്റ്റാണ് ഭംഗിയുണ്ടാവും. ഇപ്പം ഞാൻ ബോർഡൊന്നും അകത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇതുപോലെ മെസ്സി ആയിട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ലോങ് പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡ് ഡിസ്പെൻസ് ആണ് കാണാം. പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്തേക്ക് RTC ടൈമർ കണക്ട് ചെയ്തിട്ടില്ല. കാരണം അതും കൂടി തന്നെയാണെങ്കിൽ ടേബിൾ മുഴുവൻ വയറിങ് കൂടുതലാവും. അപ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആവും. പക്ഷേ RTC മോഡ്യൂൾ ഇതായിട്ട് സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്യും.
അത് സാധാരണ നമ്മ നോഡ് എം സി ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതി തന്നെ കണക്ട് ചെയ്താൽ മതി. അപ്പം അതിനനുസരിച്ച് ഇത് വർക്ക് ചെയ്തോളും. കൂടാതെ ഞാൻ ഇതിനു വേണ്ടി ലിഡും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മോളിൽ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. സോ ഞാൻ പ്രൊജക്റ്റ് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ESP8266 ബാക്കിയുള്ള സർക്യൂട്ടും പിന്നെ RTC ടൈമറൊക്കെ ബോക്സിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ കുറേ നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ പ്രൊജക്റ്റ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള വർക്കൊക്കെ ഞാൻ എല്ലാവരും ഓഫ്ലൈനായിട്ടേക്കുള്ളും ചെയ്യണത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ 2 സ്റ്റെപ്പർ മോഡ് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ച് അടുത്ത എന്ത് പ്രൊജക്റ്റേക്കളും മഞ്ഞെന്ന് ഗസ് ചെയ്ത് കമൻറ്റിലിടാം. സോ ഇന്നൊക്കെ അടുത്ത ഒരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ. അടുത്ത വീഡിയോ അടുത്ത് തന്നെ വരികയും